ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ തദ്രീബു തിലാവയിലെ 1ാമത്തെ പാഠമാണ്. അഹ്കാമു മീമു സാക്കിന, സുക്കൂനുള്ള മീമിൻ്റെ ഹുക്കുമുകളാണ്. മുൻ വർഷത്തെ തജ്വീദിൽ നിന്നൊക്കെ മാറി ഒരു പുതിയ മെത്തേഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിഷയവും അതിനനുസരിച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഒരു പോർഷനാണ് പഠിക്കാനുള്ളതെങ്കിൽ കൂടി ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു തജ്വീദിൻ്റെ നിയമമാണ് ഈ അഹ്കാമു മീമു സാക്കിന, സുക്കൂനുള്ള മീമിൻ്റെ വിധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് പ്രധാനമായും ഇദ്ഗാമും ഇഖ്ഫാഉമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇദ്ഗാമിൻ്റെ ഡെഫിനിഷൻസും അതേപോലെ ഇദ്ഗാമിൻ്റെ ഡെഫിനിഷനും ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഓക്കെ, സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ, അഥവാ ഇവിടെ സുക്കൂനുള്ള മീമുണ്ട്, ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ എന്ത് ചെയ്യണം? രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഒന്നാക്കി അവിടെ ഒരു മീമാക്കി. 2 മീമ് മൻ എന്നുള്ള 2 മീമ് വന്നപ്പോൾ അതിന് രണ്ടിനെയും കൂടെ ലയിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു മീമാക്കി. എന്നിട്ടോ ഷെദ് ചെയ്ത്, അതിൻ്റെ മുകളിൽ അവിടെ ഒരു ഷെദ്ദുണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ഇതിൻ്റെ മുകളിൽ ഒരു ഷെദ്ദുണ്ട്. എന്നിട്ടോ ഉന്നത്ത് നൽകി ഉച്ചരിക്കുക, അഥവാ മണിച്ച് ഉച്ചരിക്കാൻ. അപ്പോൾ മൻ എന്നുള്ള 2 അക്ഷരങ്ങൾ, 2 ഒരു സുക്കൂനുള്ള മീമും ശേഷം ഒരു ഹർക്കത്തുള്ള മീമും വന്നാൽ അതിനെ രണ്ടിനെയും ഒന്നാക്കി ശേഷം ഒരു ഷെദ് കൊടുത്ത് അതിനെ ഉന്നത്ത് ചെയ്ത് മണിച്ച് ഉച്ചരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വ്യത്യസ്ത രീതിയിൽ പിന്നെ ഇദ്ഗാം ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അമുമൻ എന്നല്ല അവിടെ ഓതിയത്, മറിച്ച് എന്താണ്? അമ്മൻ ഹാദല്ലതി എന്നാണ്. ഓക്കെ, അപ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. സിമ്പിളാണ്. ഓക്കെ, ഇനി അടുത്തത് ഇത് ഇഖ്ഫാ ആണ്. ഇഖ്ഫായിലൂടെ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ, ഇഖ്ഫായിനുള്ള ഉദാഹരണമാണ് പറയുന്നത്. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിന് എന്ത് ചെയ്യണം? നമ്മൾ ബായിൽ അവ്യക്തമാക്കണം. മീമിന് സുക്കൂന് ഉള്ള മീമുണ്ട് പ്ലസ് കെസറുള്ള ബാ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? മീമിനെ ബായിൽ അവ്യക്തമാക്കണം. മീമിനെ ബായിൽ അവ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ മീമിനെ എന്ത് ചെയ്യുക? നമ്മൾ ബായിലേക്കായിട്ട് കയറ്റി കൊടുക്കുക. അപ്പോൾ മീമിൻ്റെ തല മാത്രമേ പുറത്തുള്ളൂ, ബാക്കി മുഴുവൻ എവിടെ ഉള്ളത്? ബായിലുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മണിച്ചിട്ട് ഉച്ചരിക്കുക. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. അഥവാ ഒരു സുക്കൂനുള്ള മീമും അതേപോലെ ഒരു ഹർക്കത്തുള്ള ബാവും വന്നാൽ ഉന്നത്ത് ചെയ്യണം. അഥവാ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് ഷെദ് കൊടുക്കുക. അപ്പോൾ എങ്ങനെ ഉന്നത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മണിക്കുക. എങ്ങനെ? അപ്പം ഇവിടെ ഉദാഹരണത്തിന് ഹും ബിഹി എന്നാണ്. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്തു? സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള ബാഗ് വന്നതുകൊണ്ട് മീമിനെ അവ്യക്തമാക്കിയിട്ട് നമ്മൾ ബാവ് ഉച്ചരിച്ച് എങ്ങനെ? ഹുംബി. അവിടെ മീമിനെ പകുതിയെ കേൾക്കുന്നുള്ളൂ, ബാ ആണ് ഫുള്ള്. ഹും ബിഹി എന്നുള്ളത് ഹുംബി. الذين آتيناهم الكتاب من قبله هم به يؤمنون. അപ്പോൾ നിങ്ങൾ ഉച്ചാരണം കേട്ടിട്ടുണ്ടാവും.